ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ സന്ദേശത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിലേക്ക് കൂടുതൽ മിസൈലുകൾ അയച്ചിരിക്കുകയാണ്. ബഹ്റൈനിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റിനെ വിളിച്ച് ആശങ്ക രേഖപ്പെടുത്തി. US ഇസ്രായേൽ ബന്ധമില്ലാത്ത എണ്ണക്കപ്പലുകൾക്ക് പ്രത്യേക അനുമതിയോടെ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാമെന്ന് ഇറാൻ അറിയിച്ചു. സംഘർഷം രൂക്ഷമാക്കിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. അജയ് സുധാബിച്ച് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇറാന്റെ പരമോന്നത നേതാവിന്റെ ആദ്യത്തെ സന്ദേശം പുറത്തു വരുമ്പോൾ യുദ്ധം കൂടുതൽ കടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനുശ്രീ, ഈ യുദ്ധം തുടങ്ങി ഇപ്പോൾ ഏറെ നാളുകളായി. ഇപ്പോൾ മുജ്തബ ഖമനേയി, മുൻപ് ആയത്തുള്ള അലി ഖമനയുടെ മകനും അതുപോലെ തന്നെ അവിടെ സർക്കാരിൻ്റെ പല പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ചിരുന്ന ആളായിരുന്നു ആയത്തുള്ള അലി ഖമനയുടെ നേതൃത്വത്തിൽ. അതുപോലെ ഇപ്പോൾ പുതിയ പരമോന്നത നേതാവായി സ്ഥാനമേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊന്നും വന്നു കണ്ടില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മുജ്തബ ഖമനയുടെ ഭാഗത്തു നിന്നും പുതിയ ഒരു പ്രസ്താവന യുദ്ധത്തെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിലുള്ള US സൈനിക ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരും. ഇവ അടച്ചുപൂട്ടാതെ, ഇവ പൂർണ്ണമായിട്ടും ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാതെ ഈ ആക്രമണങ്ങൾക്ക് അയവുണ്ടാകില്ല എന്നും മുജ്തബ ഖമനേയി വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയിൽ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഈ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് ഒരു പ്രസ്താവനയായിട്ടാണ് ഇറാൻ്റെ ദേശീയ ചാനൽ വഴി പുറത്തുവിട്ടത്. അദ്ദേഹം നേരിട്ട് വന്നല്ല ഇക്കാര്യം സൂചിപ്പിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി അവതാരകനാണ് ഈ ഒരു കാര്യം ജനങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതായത് മുജ്തബ ഖമനേയി എവിടെയാണ്? പല റിപ്പോർട്ടുകളും ഇടയ്ക്ക് BBC-യുടെ ഭാഗത്തു നിന്നെല്ലാം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാത്തത് എന്നെല്ലാം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് കൂടുതൽ ശരിവെക്കുന്ന രീതിയിലാണ് മുജ്തബ ഖമനേയുടെ സന്ദേശം വന്നത്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് എത്തുകയല്ല ചെയ്തത്, പകരം ഒരു പ്രസ്താവനയിലൂടെയാണ് ജനങ്ങളെ അഡ്രസ്സ് ചെയ്തത്. ഇതിൽ ജനങ്ങളോട് പരിഭ്രാന്തരാകരുതെന്നും ശക്തമായി തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നുണ്ടെന്നുമെല്ലാം ഈ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് US ഇസ്രായേലി ആക്രമണം ഉണ്ടായപ്പോൾ ആയത്തുള്ള അലി ഖമനേയി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൾ, പിന്നെ കൊച്ചുമകൻ ഉൾപ്പെടെ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നെ മകൾ മരിച്ചിരുന്നു ആയത്തുള്ള അലി ഖമനയുടെ. അങ്ങനെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ മുജ്തബ ഖമനേയി മാത്രമാണ് ഇപ്പോൾ നിലവിൽ ജീവനോടെയുള്ളയാൾ. അപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ മുജ്തബ ഖമനേയ്ക്ക് പരിക്കേറ്റതാണെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ ഒരു യുദ്ധ സാഹചര്യം നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ കനത്ത രീതിയിൽ തന്നെ പോരാട്ടം തുടരുകയാണ്. ഇപ്പോൾ ഈ പ്രസ്താവന വന്നതിന് ശേഷം, മുജ്തബ ഖമനേയുടെ പ്രസ്താവന വന്നതിന് ശേഷം ഇറാൻ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാനും പിന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പും, ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും നിലവിൽ ഇസ്രായേലിനെതിരെ അടുത്ത ഘട്ട മിസൈലുകൾ അയച്ചതായിട്ട് ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ അത് കൂടുതൽ മിസൈലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവരുടെ മാധ്യമത്തിൻ്റെ, അവരുടെ ഭാഗമായി ആർമിയുടെ ഭാഗത്തു നിന്നെല്ലാം വരുന്ന വിശദീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു US-ന്റെ റീഫ്യൂവലിംഗ് വിമാനം, സൈനിക വിമാനം തകർന്നു വീണു എന്നുള്ളതാണ്. ഇറാഖിലാണ് ഇത് തകർന്നു വീണത്. പടിഞ്ഞാറൻ ഇറാഖ് ഭാഗത്തായിട്ട് ഒരു റീഫ്യൂവലിംഗ് വിമാനം തകർന്നു വീഴുകയായിരുന്നു. KC-135 എന്ന വിമാനമാണ് തകർന്നു വീണത്. 2 വിമാനങ്ങൾ റീഫ്യൂവലിംഗിന് വേണ്ടി ഇതുവഴി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു വിമാനം സുരക്ഷിതമായി ഇറാഖിൽ ലാൻഡ് ചെയ്തു. മറ്റൊരു വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീഴുന്ന സ്ഥിതിയുണ്ടായത്. US വ്യക്തമാക്കിയത് ഇത് സാങ്കേതിക തകരാർ കാരണം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് US വ്യക്തമാക്കിയത്. എന്നാൽ ഇറാഖിലുള്ള ഒരു സായുധ ഗ്രൂപ്പ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഗ്രൂപ്പാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. തങ്ങളാണ് ഈ KC-135 വെടിവെച്ചിട്ടതെന്നാണ് അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഈ ഇസ്ലാമിക് ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും അത് മേഖലയിൽ ആദ്യം മുതൽ തന്നെയുണ്ട്. അതായത് ഇറാന് പിന്തുണയുമായിട്ട്
US സേനയ്ക്ക് നേരെ ഇവർ ആദ്യം മുതൽ തന്നെ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഈ വിമാനം തകർന്നതിന് പിന്നിൽ തങ്ങളാണ് എന്നാണ് അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിലുള്ള പൈലറ്റിനെയും അതുപോലെ തന്നെ സഹജീവനക്കാരനെയും കാണാനില്ല. ഇതിൻ്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായിട്ടാണ് US മിലിറ്ററിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മേഖലയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UN റെഫ്യൂജി ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഏതാണ്ട് 30 ലക്ഷം ആളുകൾക്ക് ഇറാനിൽ വീട് നഷ്ടപ്പെട്ടു എന്നാണ്. ഇപ്പോൾ നിലവിലും ടെഹ്റാനിൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന വന്നതെന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിന്റെ കാര്യം തന്നെയാണ്. അതായത് ഈ മേഖലയിലൂടെ US ഇസ്രായേലി ബന്ധമില്ലാത്ത മറ്റ് എല്ലാ കപ്പലുകൾക്കും പ്രത്യേകം അനുമതി വാങ്ങിയതിനു ശേഷം മേഖലയിലൂടെ യാത്ര ചെയ്യാം എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 2 ഇന്ത്യൻ കപ്പലുകൾ ഇതിലൂടെ ഈ മേഖലയിലൂടെ യാത്ര ചെയ്തിരുന്നു. ഇന്നലെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിൽ US ഇസ്രായേലി ബന്ധമില്ലാതെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഈ US ഇസ്രായേലി ബന്ധമില്ലാത്ത എണ്ണ കപ്പലുകൾക്ക് യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ US-ഉമായും ഇസ്രായേലുമായും ഇറാനും ഒക്കെയായും നല്ല രീതിയിലുള്ള ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ അത്തരമൊരു ആശങ്കയില്ല. കാരണം ഇന്ത്യൻ കപ്പലാണ് കഴിഞ്ഞ ദിവസം മേഖലയിലൂടെ സുരക്ഷിതമായി തന്നെ കടന്നു വന്നത്. 2 കപ്പലുകൾക്ക് ഇതുവരെ കടന്നു വരാൻ സാധിച്ചിരുന്നു. ഇനി കൂടുതൽ കപ്പലുകൾ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം അതെല്ലാം പരിഗണിച്ച് വരികയാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇരു നേതാക്കളും ടെലിഫോൺ വഴി ഒരു സംഭാഷണം നടത്തുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതിലും അതുപോലെ മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിലും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെ പറ്റിയിട്ടുള്ള കൺസേണും ഇറാനെ അറിയിച്ചു. അതുപോലെ ഈ വ്യാപാരം അതുപോലെ മറ്റ് കാര്യങ്ങൾ ഇതുവഴി മേഖലയിലൂടെയുള്ള പെട്രോളിയം അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ ട്രേഡ് അത് സുഗമമായി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റിനെ അറിയിച്ചതായിട്ട് പിന്നീട് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും ഇരു നേതാക്കളും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ കപ്പലുകളുടെ മേഖലയിലെ ഒരു സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയായതായിട്ടാണ് വിവരം. അതിനെ തുടർന്നാണ് 2 ഇന്ത്യൻ കപ്പലുകൾക്ക് മേഖലയുടെ വരാൻ സാധിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യയുടെ ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഇറാനുമായിട്ട് ഇപ്പോൾ കൂടുതൽ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് മേഖലയിലുള്ള ഇന്ത്യൻ വ്യാപാരത്തിന്റെ ഒരു സാഹചര്യമാണെങ്കിലും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയാണെങ്കിലും അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ട ശ്രമങ്ങളെല്ലാം വിജയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നതും. പ്രത്യേകിച്ച് 2 കപ്പലുകൾ ഇതിലൂടെ വന്നതും പുറത്തേക്ക് വന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിർണായകമാണ്. മറ്റു കപ്പലുകൾക്ക് നേരെ തീർച്ചയായിട്ടും മേഖലയിൽ ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ കൂടുതൽ ലക്ഷ്യമാക്കുന്നത് ഇത്തരത്തിൽ ഒരു എണ്ണ ടാങ്കറുകളെയും എണ്ണ കപ്പലുകളെയുമാണ്. ഇന്ന് വീണ്ടും ക്രൂഡ് ഓയിലിന്റെ വില $100 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടുമുണ്ട്. ഇന്നലെയും അത് $100 മുകളിൽ ഉയർന്ന് $102 വരെയൊക്കെ എത്തിയിരുന്നു. പിന്നീട് ഉച്ചയോടെ അത് വീണ്ടും താഴേക്ക് വരികയും $93 എത്തുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഇതും വലിയൊരു വർധനവ് തന്നെയാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇന്നേ വരെ ഏതാണ്ട് 38 മുതൽ 42 വരെ % വർധനവാണ് ക്രൂഡ് ഓയിലിനുണ്ടായത്. ഇത് വലിയൊരു വർധനവാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ US മറ്റൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. US നിരവധി രാജ്യങ്ങൾക്ക് മേൽ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഉപരോധം കൽപ്പിച്ചിരുന്നു. പ്രധാനമായിട്ടും ഏഷ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളെയും എല്ലാം ഇതിൽ നിന്ന് വിലക്കിയിരുന്നു. US നിലവിൽ ഈ രാജ്യങ്ങളോട് വ്യക്തമാക്കുന്നത് താൽക്കാലികമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാം എന്നുള്ള കാര്യമാണ്. US ഇപ്പോൾ നിലവിൽ അത്തരമൊരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശ് ഉൾപ്പെടെ ചില രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം US-നെ ബന്ധപ്പെട്ടിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കാര്യത്തിൽ. ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ US അനുമതി നൽകിയിരിക്കുകയാണ്. ഉപരോധങ്ങൾ ഇപ്പോൾ
താൽക്കാലികമായി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിന് മുൻപേ തന്നെ ഈ റഷ്യൻ എണ്ണ വിതരണം ചെയ്യാൻ തയ്യാറാണ്. ഈ രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ എണ്ണ ഗതാഗതം സുഗമമാക്കും എന്നെല്ലാം അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ 12 ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകൾ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ US-ൻ്റെയും മേഖലയിലുള്ള ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന് നേരെ നടക്കുന്നത് ക്രൂരമായ അധിനിവേശമാണ് എന്നുൾപ്പെടെ ഇവർ വ്യക്തമാക്കുന്നു. 12 UN ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളാണ് ഇത്തരമൊരു പ്രസ്താവന നിലവിൽ പുറത്തുവിടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. അജയ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാൻ സർക്കാർ ഉടൻ ഒന്നും നിലം പതിക്കില്ല എന്നൊരു US റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ഇറാൻ ഭരണകൂടത്തിൽ ഇതുവരെ ഒരു വിള്ളൽ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഇനിയും ഇറാനിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് എന്ന്. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നൊരു സൂചന കൂടിയല്ലേ ഇത് നൽകുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപിൻ്റെ വാദങ്ങളെ പാടെ തള്ളുന്ന രീതിയിലുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളുമാണ് US-ൻ്റെ തന്നെ മറ്റ് ഒഫീഷ്യൽസ് പുറത്തുവിടുന്നത്. ഇപ്പോൾ US-ൻ്റെ ആർമിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഇറാനിലെ മിനാബിലുള്ള സ്കൂളിൻ്റെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം അത് US-ന് തന്നെയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ട്രംപ് ഇതിനു മുൻപേ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇറാൻ തന്നെയാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾ, അവരുടെ മിസൈലുകളൊന്നും ലക്ഷ്യസ്ഥാനത്തല്ല പതിക്കുന്നത്, ലക്ഷ്യം മാറി മറ്റെവിടെ അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിലുമാണ് ഈ മിസൈലുകൾ ചെന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനാണ് ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദി എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ വാദങ്ങളെ പാടെ തെറ്റിക്കുന്ന രീതിയിലാണ് US ആർമിയുടെ ഭാഗത്ത് നിന്ന് ഈ റിപ്പോർട്ട് വരുന്നത്. സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അനുശ്രീ ഇപ്പോൾ സൂചിപ്പിച്ചത്. അതായത് അവിടെ ഇറാനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് എന്നുൾപ്പെടെ ട്രംപ് പറയുന്നു. അവിടെ ഇനിയും US സേനയുടെ സാന്നിധ്യം തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിലൂടെയെല്ലാം ട്രംപ് ഉദ്ദേശിക്കുന്നത് അവിടെ ഈ പൂർണ്ണമായിട്ടും ഒരു ഭരണമാറ്റം കൊണ്ടുവരും, ആയത്തുള്ള അലി ഖമനയുടെ പിന്തുടർച്ച അവകാശികളായിട്ടുള്ള ആരെയും വെച്ചു പൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ US-ൻ്റെ തന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് അവിടെ ഈ നിലവിലുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് പല വീഡിയോകളും അതുപോലെ തന്നെ ഇറാനുള്ളിൽ നിന്ന് വരുന്ന ന്യൂസ് റിപ്പോർട്ടുകളും കാണുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്ക് കോമൺ സെൻസ് വഴി ഊഹിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാര്യം ഇപ്പോൾ നിരവധി ആളുകൾ അവിടെ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുവെങ്കിലും യാഥാസ്ഥിതികരായിട്ടുള്ള ഒരു വലിയ സമൂഹം ഇറാനുള്ളിൽ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് സംവിധാനം അത് വളരെ ശക്തമാണ്. അവിടുത്തെ ഇറാനിയൻ പോലീസ് ഇടയ്ക്ക് പ്രതിഷേധക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ രാജ്യത്തിനകത്ത് ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്, ഈ പ്രതിഷേധക്കാർക്ക് തങ്ങളുടെ ശത്രുക്കളുടെ അതേ നിലയായിരിക്കും എന്നാണ് ഇറാനിയൻ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഉള്ള നിയമ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്തതാണെങ്കിലും പലതരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവീൻസ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാമോ ആ രീതിയിലെല്ലാം ഇറാനിയൻ സർക്കാർ അട്ടിമറിക്കുന്നുണ്ട്. ഇതിനു മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. 2023 അതിനു മുൻപേ പല ഘട്ടങ്ങളിൽ പല പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. ഇതിനെയെല്ലാം നിർദാക്ഷിണ്യം അടിച്ചമർത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു രാജ്യത്തൊരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെറ്റി നിന്ന പല ഗ്രൂപ്പുകളും ഒന്നിക്കുന്ന ഒരു കാഴ്ച ഇറാനുള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഷിയ ഗ്രൂപ്പും സുന്നി ഗ്രൂപ്പും രാജ്യത്തെ 2 ചേരികളിലായിട്ടാണ് നിന്നിരുന്നത്. അവർ ഒന്നിച്ചു ഒരു പ്രസ്താവന ഇറക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല ഗ്രൂപ്പുകളും ഒന്നിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ പ്രതിഷേധക്കാർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന കാഴ്ചയും ഇറാനുള്ളിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ അത് കാണാനാകുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് US ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. അതുപോലെ തന്നെയാണ് ലെബനിലെ സാഹചര്യം. ലെബനനിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനുള്ളിലെ ടെഹ്റാനിലടക്കമുള്ള ആക്രമണങ്ങൾക്ക് പുറമെയാണ് ലെബനനകത്തുള്ള ആക്രമണം. ലെബൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇസ്രായേൽ നേരിട്ടെത്തിയാണ് ഈ ആക്രമണം നടത്തുന്നത്. തെക്കൻ ലെബനനിൽ വെച്ച് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് അംഗങ്ങളും അതുപോലെ തന്നെ ഈ ഇസ്രായേലി
സൈനികരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറാൻ ഈ വീണ്ടും ബെയ്റൂട്ടിൽ, അവിടെ ലെബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ പല ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മേഖലയിലടക്കം ഇപ്പോൾ നിരവധി ആക്രമണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനിടെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മരണസംഖ്യ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 600-ന് മുകളിൽ മരണസംഖ്യ ഉയർന്നതായിട്ടാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സംഘർഷം അതിരൂക്ഷമായി തന്നെ മേഖലയിൽ തുടരുകയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇറാൻ പരമോന്നത നേതാവിന്റെ ആദ്യത്തെ സന്ദേശം പുറത്തു വരുമ്പോൾ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു, ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ LPG-യെക്കുറിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം ബാധിക്കപ്പെടാത്ത ഒരു രാജ്യവുമില്ല. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധ്യമായതെല്ലാം ചെയ്യുന്നു. ഇത്തരം സമയങ്ങളിൽ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും തടയാൻ സംസ്ഥാന സർക്കാരുകൾ നിരീക്ഷണം വർദ്ധിപ്പിക്കണം. രാഷ്ട്രീയ ആരോപണങ്ങളില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും ഡൽഹിയിൽ NXT ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ആരോപിച്ചു. പാചകവാതക ക്ഷാമം പരിഹരിക്കാൻ ഇടപെട്ട സംസ്ഥാന സർക്കാർ ഗാർഹികേതര സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. വിതരണത്തിന് മുൻഗണന നിശ്ചയിക്കാൻ കമ്പനികളോടും ആവശ്യപ്പെട്ടു. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന നടത്തും. സിലിണ്ടറുകളുടെ ഉപഭോഗം നിരീക്ഷിക്കാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ പാചകവാതക കമ്പനി പ്രതിനിധികളുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തി.